ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. കുമ്പസാരത്തെ സംബന്ധിച്ച ആലോചനകളിലാണ് നാം. പാപത്തെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നതിനെ കുറിച്ചാണ് മുൻഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചത്. അത് കേവലം പ്രവൃത്തിയായി കാണാതെ അതിനകത്തുള്ള ആന്തരിക ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. മനോഭാവമാണ് യഥാർത്ഥത്തിൽ പാപമായിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. പ്രവൃത്തികൾ കേവലമായി പരിശോധിക്കുമ്പോൾ ആ പ്രവൃത്തികൾക്കകത്ത് മറഞ്ഞിരിക്കുന്ന പാപത്തിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ക്രിസ്തുവുമായുള്ള അകലമാണ് യഥാർത്ഥത്തിൽ പാപം. ആ ക്രിസ്തുവുമായുള്ള അകലം എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ വേരുകളായിട്ടുള്ളത് എന്നതിനെ കൂടി പരിഗണിക്കുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തതയോടെ നമ്മുടെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന പാപപരമായ സ്വാധീനങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. പാപം അകമേ വസിക്കുന്ന അല്ലെങ്കിൽ അകത്ത് തന്നെയുള്ള ഒന്നായിട്ട് മർക്കോസ് സുവിശേഷം 7:21-22 തിരുവചനങ്ങളെ നമുക്ക് കാണാം. 13 തിന്മകളെ കുറിച്ച് അവിടെ പറയുന്നത്. ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം ആദിയായ 13 തിന്മകൾ. ഈ 13 തിന്മകളും അകമേ ഒളിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യ പ്രകൃതത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഈ പാപത്തിന്റെ വേരുകളെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിമോചിതമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റുക. ഒരു പ്രവൃത്തി തനതായി നിൽക്കുമ്പോൾ അത് അതിക്രമമാകാം, അത് ദ്രോഹപ്രവൃത്തിയാകാം. പക്ഷെ അതിനകത്തുള്ള പാപം എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകുന്ന അകലമാണ്. യേശുവിനെ പ്രതി ഈ ലോകത്തിന് നമ്മെ തന്നെ കൊടുക്കാൻ വന്ന നാം ഈ ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ചായ്ച്ചിലുകളും പ്രലോഭനങ്ങളും നമ്മെ മൂടിക്കളയുന്നത് അകത്ത് ഈ മൂലപാപങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അഹങ്കാരം, ദ്രവ്യാസക്തി, മോഹം, കോപം, അസൂയ, മടി, കൊതി എന്നിങ്ങനെ 7 മൂലപാപങ്ങൾ. ഈ വേരുകളെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പാപവിമോചിതരാകാൻ കഴിയും. അല്ലെങ്കിൽ പാപത്തിനെതിരായുള്ള ഒരു സമരമാണ് ലോകത്തുള്ള നമ്മുടെ ജീവിതം. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന, അകലം സൃഷ്ടിക്കുന്ന പാപത്തിന്റെ മൂലകാരണങ്ങളെ യഥാർത്ഥത്തിൽ പലപ്പോഴും അവഗണിക്കുകയും പ്രവൃത്തികളെ മാത്രം പാപമായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന രീതിയാണ് കുമ്പസാരത്തിൽ പലപ്പോഴും നമ്മൾ അവലംബിക്കുന്നത്. അതുകൊണ്ട് പുരോഹിതനോട് നമ്മൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി എന്നാണ്. ഈ ചെയ്തു പോയി എന്ന് പറയുന്നതിനകത്ത് തന്നെ ഉത്തരവാദിത്തമേൽക്കാത്തൊരു കുഴപ്പം നമുക്ക് കാണാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പാപം ചെയ്ത ആദത്തോട് ദൈവം ചോദിക്കുകയാണ്, നീ ആ പഴം തിന്നോ? യഥാർത്ഥത്തിൽ തിന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ ആദം ചെയ്യുന്ന പ്രവൃത്തി, അത് അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാനത് തിന്നുപോയി. സ്വന്തം ഉത്തരവാദിത്വം ഏൽക്കാതെ പോകലാണ് ഒരു പാപത്തിൽ നിന്നും വിമോചനം പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത വിധം നമ്മൾ പലപ്പോഴും ആ പാപത്തിനെ ന്യായീകരിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളെയും നാം കൂട്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ പറയും നമ്മളത് ചെയ്തത് നമ്മളാലല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ ആദം പറയാണ്, തെറ്റിപ്പോയി തമ്പുരാനെ എന്ന് പറഞ്ഞത് തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ പറഞ്ഞത് തെറ്റിപ്പോയെന്നല്ല, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ അതെനിക്ക് തന്നു. സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും പറഞ്ഞു ഇത് പിശാച് പറ്റിച്ചതാണ്. അതായത് പൈശാചിക പ്രലോഭനമാണ്, മറ്റു മനുഷ്യരാണ്, സാഹചര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ കാരണമെന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ വൈമുഖ്യം കാണിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് അഹങ്കാരം. ഞാൻ എന്ന ബോധം, എനിക്ക് തെറ്റില്ല എന്ന ബോധം, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന ബോധം. നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ പോലും ആളോട് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ക്ഷമിക്കാം, ഞാൻ ചെയ്തിട്ടില്ല. സ്വയം നീതീകരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. അഹങ്കാരമാണ് എല്ലാ പാപങ്ങളുടെയും മൂലമായിട്ട് നമുക്ക് കാണാവുന്നത്. ഈ മൂലപാപത്തെ അവഗണിച്ചിട്ടാണ് കുമ്പസാരത്തിൽ ചെയ്ത പ്രവൃത്തിയെ മാത്രം നമ്മൾ പറയുന്നത്. നമ്മൾ ഒരാളോട് കോപിച്ചു, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അയാൾ എന്നോട് കോപിച്ചത് കൊണ്ട് എന്ന് നമുക്ക് സാമാന്യമായി പറയാം. പാപത്തിന്റെ സന്ദർഭത്തെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. വാസ്തവത്തിൽ എനിക്ക് അഹങ്കാരമുള്ളത് കൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപരൻ എന്നെ അനുഭവിച്ചത് എന്താണെന്നാണ് കുറ്റപ്പെടുത്തലിലൂടെ അയാൾ പറയുന്നത്. അയാൾ എനിക്ക് കയ്പാണെന്ന് പറയുമ്പോൾ എനിക്ക് മധുരമാണെന്ന് സ്ഥാപിക്കാൻ, അത് അയാളുടെ തോന്നലായി മാത്രം പറയാൻ നാം ശ്രമിക്കുന്നു. അയാൾ എതിർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അഹങ്കാരം എന്ന തിന്മ നമുക്കുണ്ടോ? മുൻപ് പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ പലപ്പോഴായി നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന ഭാവം, തന്നിൽ അഭിമാനം,
തന്നിൽ ആശ്രയം, താനെന്ന ബോധം, ഞാനാണ് എല്ലാറ്റിൻ്റെയും ഉടയവനെന്ന ബോധം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരിയെന്ന ബോധം, എന്നിൽ അഭിമാനിക്കുക, എന്നിൽ തന്നെ ആശ്രയിക്കുക. എന്നിൽ തന്നെ ആശ്രയിക്കുമ്പോഴാണ് ആകുലത ഉണ്ടാകുന്നത്. എന്നിൽ തന്നെ അഭിമാനിക്കുമ്പോഴാണ് ഒരു കുറ്റപ്പെടുത്തൽ എനിക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്നത്. എന്നിൽ തന്നെ ഞാൻ ആയിരിക്കുന്നു, ഞാൻ സമ്പൂർണ്ണനാണെന്ന് തോന്നുമ്പോഴാണ് എൻ്റെ കുറവുകളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോകുക. പക്ഷെ പ്രത്യക്ഷത്തെ നോക്കിയാൽ നമ്മൾ ആരും അഹങ്കാരികളല്ല. അഹങ്കാരമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. എനിക്കറിയാം എന്നൊരു ഭാവം നമുക്കുണ്ട്. ഏറ്റവും ചെറിയ കുഞ്ഞിനോട് പോലും ഒരു കാര്യം പറയുമ്പോൾ എനിക്കറിയാം, നീ ചെയ്തത് ഇങ്ങനെ ശരിയായില്ല, എനിക്കറിയാം. ഈ എനിക്കറിയാം എന്ന ബോധം, ഞാനെന്ന ബോധം യഥാർത്ഥത്തിൽ എത്രത്തോളം അപകടകാരിയാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. യോഹന്നാൻ 3:30 വചനം നമ്മോട് പറയുന്നുണ്ട്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈ ഞാൻ കുറയുക എന്നൊരു ഭാവം ഉണ്ടാകണം. നമ്മുടെ മനസ്സ് ആധിപത്യം പുലർത്തുമ്പോൾ നമ്മൾ മനുഷ്യരാകും. ഈ മനുഷ്യത്വത്തിന് ഒരു വലിമയുണ്ട്, അല്ലെങ്കിൽ ഒരു അഹംബോധമുണ്ട്. മൃഗങ്ങൾക്ക് ഈ ബോധമില്ല. ഇപ്പൊ മൃഗത്തിന് വിസർജിക്കാൻ തോന്നിയാൽ അതപ്പോൾ വിസർജിക്കും. അതെവിടെ വെച്ചാണെന്നോ എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ എന്നൊന്നും അതിന് ബാധകമല്ല. അത് ശരീരത്തെയാണ് പ്രമാണിക്കുന്നത്. ശരീരം പറയുന്ന അനുസരിച്ച് ചെയ്യും. മനുഷ്യന് മനസ്സും, വിശേഷ മനസ്സ്. ആ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ് മനുഷ്യൻ. അവിടെ മനസ്സ് ഗുരുവും ശരീരം ലഘുവുമായിട്ട് മാറും. മൃഗങ്ങൾക്ക് ശരീരമാണ് ഗുരു, മനസ്സ് ലഘുവാണ്. മനസ്സിന്റെ പ്രവർത്തനം ഇല്ല. മനസ്സില്ലെന്നല്ല, മനസ്സങ്ങനെ വിവേകത്തോടെ പ്രവർത്തിക്കുന്നില്ല. ഇച്ഛയ്ക്കനുസരിച്ച് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ മൃഗത്തിനറിയില്ല. എന്നാൽ മനുഷ്യന് മനസ്സിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ഈ മനസ്സ് എപ്രകാരമുള്ളതാണ്? അത് അഹംബോധമുള്ളതാണ്. മനസ്സിന്റെ നിയന്ത്രണത്തിലായി പോകുമ്പോൾ നമ്മൾ അഹംബോധത്തിലാകും. ആത്മാവിന്റെ നിയന്ത്രണത്തിലാകുമ്പോഴാണ് മനസ്സിന് മീതെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി നമ്മെ ഭരിക്കാൻ തുടങ്ങുക. അങ്ങനെ ആത്മാവും ശരീരവും ചേർന്ന് ഏകകമായ മനുഷ്യൻ, ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടേണ്ട മനുഷ്യൻ, ഈ ആത്മാവ് ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തിൽ വളരേണ്ട മനുഷ്യൻ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അറിയാതെ അവന്റെ മേൽ മനസ്സ് പിടിമുറുക്കുകയും മനസ്സ് ഈ അഹങ്കാരം പ്രവർത്തിക്കുകയും ചെയ്യും. അഹങ്കാരം ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഒരാളിലും കണ്ടെത്താൻ പറ്റില്ല. ഇപ്പോൾ ആകുലപ്പെടുന്നത് അഹങ്കാരം ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പെട്ടെന്ന് ബോധ്യം വരുമോ? നമ്മൾ വിചാരിക്കുന്നത് എന്താ? അത് നമ്മൾ ബലഹീനരായതുകൊണ്ടല്ലേ ഈ ആകുലത വരുന്നത്. ആകുലപ്പെട്ടു പോകുന്നുവെന്നേ എന്ന പരാതിയാണ്. വാസ്തവത്തിൽ ആകുലപ്പെടുന്നത് ഞാനാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്നും ഇത് എന്റെ കഴിവിൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്നും ഒന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ്, എന്റെ ഇച്ഛകൾക്ക് പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണ്. ആയുസിന്റെ ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? കേവലം ഇതുപോലും സാധിക്കാത്ത നിങ്ങൾ എന്തിന് നാളെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകുന്നു എന്ന് വചനം ചോദിക്കുമ്പോഴും നാളെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠാകുലരാകുന്നത് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തിൽ ലോകത്തെ നിലനിർത്തണമെന്ന് നമ്മുടെ വ്യാമോഹമാണ്. അപ്പോൾ അഹങ്കാരം എന്ന് പറയുന്നത് നാം അറിയാതെ ഈ ആകുലതയ്ക്കകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ചില ആളുകൾ തങ്ങളുടെ ജീവിതത്തെ മുഴുവൻ പ്ലാൻ ചെയ്യും. ഒരു നല്ല പ്ലാനിങ് വേണമെന്നാണ്. പ്ലാനിങ് നല്ലതാണ്, പക്ഷേ ആ പ്ലാനിങ് ഒക്കെ ദൈവാശ്രയമുള്ളതാകണം. ഉത്തരത്തിലിരിക്കുന്ന പല്ലി ഉത്തരം താങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മളാണെന്ന് തോന്നുകയും ആ നിയന്ത്രണം ഫലവത്താകില്ലെന്ന് കരുതുമ്പോൾ, ഉത്കണ്ഠപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ആകുലത. പലപ്പോഴും ജീവിതത്തെ അങ്ങനെ നിയന്ത്രിച്ചു നിർത്തുന്നത് നമ്മളാണെന്ന ബോധ്യം നമുക്കുണ്ടാവും. പക്ഷെ ഇത് പ്രത്യക്ഷത്തിൽ പ്രകടമാകില്ല. പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയില്ല. അഹങ്കാരം ഉണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കോ അഹങ്കാരം? എനിക്ക് അഹങ്കാരമില്ല, ഞാൻ എത്ര പാവമാണെന്നാണ് സ്വയം തോന്നുന്നത്. ഇനി അഹങ്കാരം ഉണ്ടോ എന്നറിയാൻ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, എളിമയുണ്ടോ? ഒരാളെ കാണുമ്പോൾ കൈകൂപ്പി കാണിക്കുന്നതിന്റെ പേരല്ല എളിമ. നമുക്ക് ഭവ്യതയുണ്ട്. എവിടെയാണ്? സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ ഭവ്യതയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഭവ്യതയുണ്ട്, നമ്മളെക്കാൾ ഉയർന്ന ആളുകളെ കാണുമ്പോൾ ചെറിയൊരു കുഞ്ഞിപ്പോകൽ നമുക്കുണ്ട്. ഇതിന്റെ പേര് എളിമയെന്നല്ല, ഇതൊരു തന്ത്രമാണ്. ഇല്ല, ഓന്ത് മരത്തിലിരിക്കുമ്പോൾ മരത്തിന് നിറമാകുന്നത് പോലെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എടുക്കുന്ന ഒരു സൂത്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ എളിമ എന്താണ്? ഒന്നാമത്തെ എളിമ വേണ്ടത് ദൈവത്തോടാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ജീവിത സാഹചര്യങ്ങൾ എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, നീ
നന്മ മാത്രമേ ചെയ്യൂവെന്നും നീ എന്റെ ഉടയവനാണെന്നും നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന് പറയാവുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? മാതാവിനെ വളരെയധികം ഉയർത്തി പറയുന്നവരും പുകഴ്ത്തി പറയുന്നവരുമാണ് നമ്മൾ. നമ്മുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുകയും ചെയ്യും. പക്ഷെ മറിയം പറയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിൽ നിറവേറട്ടെ. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മറിയം സ്തോത്രകീർത്തി പറയുന്നുണ്ട്, അഹങ്കാരികളെ ചിതറിക്കുന്നവനാണ് ദൈവം. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ. നമ്മൾ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്ലാനും പദ്ധതികളും നിറവേറി കിട്ടാൻ വേണ്ടി ദൈവത്തെ എങ്ങനെ വരുത്തിക്ക് നിർത്താം എന്നതായി പോകുന്നു നമ്മുടെ പ്രാർത്ഥന. 9 നവനാളുകൾ കൂടിയാൽ, ധ്യാനം കൂടിയാൽ, ഉടമ്പടി എടുത്താൽ, ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ, നേർച്ച കാഴ്ചകൾ അർപ്പിച്ചാൽ, വേളാങ്കണ്ണിയിൽ താലി കൊടുത്താൽ, വേളാങ്കണ്ണിയിൽ താഴിട്ട് പൂട്ടിയാൽ, ഇങ്ങനെ കാര്യം സാധിക്കാൻ ദൈവത്തെ കൂച്ചുവിലങ്ങിടാൻ എന്റെ ഉപവാസത്തെ പോലും ഉപയോഗിക്കാം എന്ന് കരുതുന്ന മർക്കടമുഷ്ടികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. പുറമേ ഇല്ല, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നു. ദൈവം എന്റെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും വിനീത ഹൃദയത്തോടെ സ്വീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, മറിയത്തെ പോലെ സ്വീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടെ ഈ സൂത്രങ്ങൾ ഒപ്പിച്ച് മാറിപ്പോകും. പുറമേ നോക്കുമ്പോൾ അഹങ്കാരമില്ല, പക്ഷെ അകമേ അഹങ്കാരം നമ്മെ ഭരിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാലുള്ള സ്ഥിതി എന്താ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തിയാൽ, നിങ്ങൾ ചെയ്തത് ശരിയല്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ 100 ന്യായങ്ങൾ നിരത്തും. 100 ന്യായങ്ങൾ. ആ ന്യായങ്ങൾ നിരത്തുന്നതിന്റെ കാര്യം എന്താ? അത് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. അത് എൻ്റെ മേൽ ആരോപിക്കപ്പെടരുത്, ഞാൻ നല്ലവനാണ്, ഞാൻ ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഈ എളിമയില്ലായ്മയുടേതാണ്. അത് കണ്ടെടുക്കാൻ പ്രയാസമാണ്. വീട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടിന്നിരിക്കട്ടെ, തട്ടിമറിഞ്ഞൊരു ഗ്ലാസ് പൊട്ടി. ഉടനെ എന്നാ പറയുന്നത്? ഈ ഗ്ലാസ് ഇവിടെ കൊണ്ടുവന്ന് ആരാ വെച്ചത്? എന്റെ കുറ്റമല്ല, ഗ്ലാസ് വെച്ചവന്റെ കുറ്റമാണ്. കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വഴുതിപ്പോയി നമ്മൾ എന്ത് പറയും? ഓ ദൈവമേ, ഗ്ലാസ് കയ്യിൽ നിന്ന് ചാടിപ്പോയി, ഗ്ലാസ്സിന് കയ്യും കാലും ഉണ്ട്. എനിക്ക് ഒരു ചെറിയ കുറവ് പോലും അംഗീകരിക്കാൻ വയ്യ. എനിക്ക് ചെയ്യുമ്പോൾ പിഴവ് സംഭവിക്കുന്നുണ്ട്. പിഴവ് സംഭവിക്കുന്ന ഒരാളാണ് ഞാൻ. 100 ന്യായീകരണങ്ങളാണ് നമ്മൾ പറയുക. അപ്പൊ അതുകൊണ്ട് ഈ ന്യായീകരണം, സ്വയം നീതീകരണമൊക്കെ എളിമയില്ലായ്മയാണെന്നറിയണം. ദൈവത്തിനോട് എളിമയില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ വയ്യ. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ശരിയാണെന്ന് സ്ഥാപിക്കാനും, ദൈവസന്നിധിയിൽ നമ്മളാണെല്ലാത്തിനും പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്നത് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാനും ഇടയാകുന്നത് അഹങ്കാരമുള്ളതുകൊണ്ടാണ്. അഹങ്കാരം 1-ാം പ്രമാണ ലംഘനമാണെന്നറിയണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ആ ദൈവത്തിന് പകരം ഞാൻ ദൈവമായി മാറുന്നതിന്റെ പേരാണ് അഹങ്കാരം. ഇത് പുറമെ പ്രത്യക്ഷപ്പെടാവുന്നതല്ല. പ്രശസ്തിക്ക് വേണ്ടി, ലോകത്തിന്റെ ആദരവിന് വേണ്ടി, ബഹുമാനത്തിന് വേണ്ടിയൊക്കെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് നമ്മുടെ എളിമയില്ലായ്മയാണ്. എളിമയില്ലായ്മയിലേക്ക് നോക്കിയാൽ മാത്രമേ അഹങ്കാരത്തെ കണ്ടുപിടിക്കാൻ കഴിയൂ. അഹങ്കാരം ഒളിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പാപങ്ങളൊക്കെ ഒളിവിലിരിക്കാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. പാപങ്ങളൊക്കെ ഒളിഞ്ഞായിരിക്കും. അത് നേരെ വെളിച്ചത്ത് വന്നിരുന്നെങ്കിൽ പലപ്പോഴും നമ്മളത് ചെയ്യില്ല. ഈ കാര്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് കുറ്റം ഏറ്റെടുക്കാനും തെറ്റ് ചെയ്തു എന്ന് പറയാനും എളിമയുള്ള മനസ്സുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എളിമയുണ്ടോ എന്ന് ചിന്തിക്കണം. പാപത്തിനെതിരായ ഏറ്റവും വലിയ ആയുധം എളിമയാണ്. ആ എളിമയാകട്ടെ തെറ്റുകൾ അംഗീകരിക്കാനും, കുറവുണ്ടെന്ന് ബോധ്യപ്പെടാനും, എൻ്റെ അറിവ് അപൂർണമാണെന്ന് പറയാനും, ദൈവമാണ് പരമാശ്രയം എന്ന് പറയാനും, ദൈവേഷ്ടം നിറവേറ്റാൻ ഭൂമിയിൽ വന്നവനാണ് ഞാനെന്ന മനോഭാവത്തോടെ ജീവിക്കാനും നമുക്ക് ബലം നൽകുന്നതാണ്. ഈ എളിമ നമുക്കില്ലെങ്കിൽ അഹങ്കാരമുണ്ടെന്ന് കാണണം. അഹങ്കാരം ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അകലവും സഹോദരങ്ങളുള്ള ബന്ധത്തിന്റെ അകലവുമാണ്. 1-ാം പ്രമാണ ലംഘനത്തിന് കാരണമാകുന്നത് ഈ അഹങ്കാരമാണ്. അതേപോലെ തന്നെ സഹോദര ബന്ധത്തിനും തകർച്ച ഉണ്ടാക്കുന്നത് അഹങ്കാരമാണ്. ഞാൻ എന്ന ഭാവമുള്ള ഒരാളോടും കൂട്ടുകൂടാൻ ആർക്കും കഴിയില്ല. അത് അവനവനിൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അവനവൻ കടമ്പ. ഈ കടമ്പയുടെ പുറത്ത് കിടക്കാത്ത ഒരാൾക്കും ഒരാളുമായും ഹൃദയബന്ധം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒരു വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റുന്ന ഒരു ഭർത്താവും അദ്ദേഹത്തിന്റെ ഭാര്യയും. ആ ഭാര്യ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവിനെതിരെ തിരിയാണ്. അപ്പോ ഈ ഭർത്താവുമായിട്ട് വിയോജിപ്പിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് അവർ അവസാനം പറയുന്നത്, ഇയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ നോക്കി പഠിക്ക്, ഞാൻ ചെയ്യുന്നത് നോക്ക്, ഞാൻ ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്രയോ പേർ എന്നെ അംഗീകരിക്കുന്നു. ഈ അംഗീകാരം കിട്ടുക, അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാലാഖ വീണത് എങ്ങനെയാ? അംഗീകരിക്കപ്പെടണമെന്ന ആഗ്രഹം. എന്നെ അംഗീകരിക്കണം.
എന്നെ അംഗീകരിക്കണമെന്ന ആഗ്രഹം, ആദരിക്കപ്പെടണമെന്ന ആഗ്രഹം എവിടെയൊക്കെ നമ്മുടെ അകത്തുണ്ടോ അവിടെ ഉണ്ടാകുന്നത് ഈ വീഴ്ചയാണ്. അത് അഹങ്കാരമാണ്. എല്ലാ പാപങ്ങളുടെയും മൂലമായിട്ട് അതുണ്ട് എന്നറിയണം. അതുകൊണ്ട് ഒരു പ്രവൃത്തിയെ പരിശോധിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. ഞാൻ അഹങ്കാരമുള്ള ആളാണോ, എളിമയുള്ള ആളാണോ എന്ന് പരിശോധിക്കണം. രണ്ടാമത് ദ്രവ്യാസക്തിയാണ്. നമ്മുടെ പ്രയത്നങ്ങളെല്ലാം അടിസ്ഥാനമിടുന്ന എവിടെയാണ്? ദ്രവ്യാസക്തിയിലാണ്. നമുക്ക് ദൈവം എന്നുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുകയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യണം. ആത്മസാക്ഷാത്കാരത്തിൽ എത്തുക എന്ന് വെച്ചാൽ എൻ്റെ പ്രവൃത്തി വഴി എൻ്റെ ക്രിയാശേഷി ഞാൻ പ്രയോഗിക്കുമ്പോൾ ആ എക്സലൻസ് കൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ്. എന്നെ ഒരു കൊശവൻ കളിമൺകലം ഉണ്ടാക്കുമ്പോൾ അത് അനുഭവിക്കുന്നുണ്ട്, ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്, ഒരു നല്ല കറി വയ്ക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഒരു സംതൃപ്തി എനിക്ക് ലഭിക്കുന്നു, ദൈവത്തിന്റെ സഹവാസം അനുഭവിക്കുന്നു. ഈ നിലയ്ക്കാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി പൂർണ്ണമാവുക. എല്ലാവർക്കും കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് പണം സമ്പാദിക്കാനായിട്ടുള്ള കഴിവല്ല, അത് ആത്മപ്രകാശനത്തിലുള്ള കഴിവാണ്. ഒരു കച്ചവടക്കാരൻ കച്ചവടത്തിൽ പുരോഗമിക്കുന്നത് അയാൾ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുമ്പോഴാണെന്നാണ് പൊതുധാരണ. ദ്രവ്യ ആസക്തിയാണ് കേന്ദ്രമായിട്ട് മാറുന്നത്. ഏത് സംരംഭവും ദ്രവ്യാസക്തിയുമായി ബന്ധപ്പെട്ടായി മാറിപ്പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവുകൾ പ്രയോഗിക്കാൻ തരുന്ന അവസരമായിട്ട് കാണണം. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ സമ്പത്ത് ഉണ്ടാക്കുക, സമ്പത്ത് കൊണ്ട് പ്രശസ്തി ഉണ്ടാക്കുക, പ്രശസ്തി കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുക, ഇങ്ങനൊരു കുടുക്കായിട്ട് അത് മാറിപ്പോകും. അപ്പൊ യഥാർത്ഥത്തിൽ എൻ്റെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ എനിക്ക് നൽകുന്ന അവസരങ്ങളെ സമ്പത്ത് കേന്ദ്രീകൃതമായിട്ട് ഞാൻ കാണുന്നു. സമ്പത്ത് പരമപ്രധാനമാകുന്നു. അത് സമ്പത്തുള്ളവർക്ക് മാത്രമല്ല, കടമുള്ളവർക്കും അതെ. സമ്പത്തിനെ എത്രത്തോളം ആരാധിക്കുന്നുവോ അത്ര തന്നെ കടത്തെയും ആരാധിക്കുന്നുണ്ട്. ആരാധിക്കുക വെച്ചാൽ മനസ്സിൽ നിന്ന് വിടാതിരിക്കുന്നുണ്ട്. അപ്പോ സമ്പത്താണ് പരമപ്രധാനം. ജീവിത കേന്ദ്രം, ജീവിത ലക്ഷ്യം സമ്പത്താണെന്ന് വരുന്നൊരു മനോഭാവം നമുക്കുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ സമ്പത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി ജീവിതത്തിൽ മാറുന്നുണ്ടോ? കേന്ദ്രസ്ഥാനത്ത് ക്രിസ്തു ആയിരിക്കേണ്ടതിന് പകരം സമ്പത്താണ് ജീവൻ നിലനിർത്തുന്നത്. ജീവിക്കാൻ പണം വേണ്ടേ എന്ന് ചോദിക്കുന്ന നിസ്സാര ചോദ്യം മുതൽ ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന മനോഭാവം വരെ സമ്പത്താണ് ജീവിതത്തിന്റെ നാഥൻ എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് പണമാണ് ജീവിതത്തിന് വില നൽകുന്നതെന്നും ജീവിതത്തിന് മൂല്യബോധമെന്നും എവിടെയെങ്കിലുമൊക്കെ കരുതി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ദ്രവ്യത്തിൽ ഉറച്ചു പോകുന്നുണ്ടോ? 10 കെട്ടുകൾ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ വീണ്ടും സമ്പത്ത് കേന്ദ്രീകൃതമായി നമ്മൾ പോകുന്നു. സമ്പത്താണ് സന്തോഷം നൽകുന്നതെന്ന് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ പണമില്ലാതെ പോകുമ്പോൾ സങ്കടത്തിലേക്കും പണമുള്ളപ്പോൾ സന്തോഷത്തിലേക്കും ഒരാൾ പോകുന്നു എന്ന് വെച്ചാൽ അയാളുടെ ജീവിത കേന്ദ്രം സമ്പത്താണെന്നാണ്. അപ്പൊ ദ്രവ്യാസക്തി ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമുക്ക് നിസ്സാര ആഗ്രഹങ്ങളേ ഉള്ളൂ. എങ്ങനത്തെ ആഗ്രഹമാണ്? 2 പേരാണുള്ളത്, ഒരു 10 മുറിയുള്ള വീട് വേണം. എന്താണ് വീടിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം? നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ ആർജിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമുള്ളതാണോ ഉപയോഗിക്കുന്നത്? സമ്പത്ത് എപ്പോഴും ഔദാര്യപൂർവ്വം കൊടുക്കാനുള്ള ഒന്നാണ്. എത്രത്തോളം എനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്, അവരതിനു വേണ്ടി എത്രത്തോളം കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവിൽ സമ്പത്തിന്റെ മൂല്യം. എനിക്ക് ദൈവം നൽകിയവ എന്റെ കയ്യിലുള്ളതല്ലെന്നും അത് ദൈവദാനമാണെന്നും അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം നൽകുന്നതാണെന്നും ഔദാര്യപൂർവ്വം അത് കൊടുക്കുന്നതാണ് എന്റെ ജീവിത വിജയമെന്നും എത്രത്തോളം നമുക്ക് കരുതാൻ കഴിയും? അങ്ങനെ സമ്പത്തിനെ പരമപ്രധാനമായി കരുതുകയും അതിൽ പിടിമുറുക്കുകയും അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഔദാര്യം എന്ന നന്മ നഷ്ടപ്പെടുന്നു. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ദ്രവ്യാസക്തി ഉണ്ടോന്ന്? എനിക്ക് ദ്രവ്യാസക്തി ഒന്നുമില്ല, അത്യാവശ്യത്തിന് ജീവിക്കണം, ജീവിക്കാൻ വേണ്ടത് വേണം, ബാധ്യത ഒന്നും ഇല്ലാണ്ട് ജീവിക്കണം, ഇങ്ങനെയൊക്കെയല്ല നമ്മൾ പറയാം. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ എത്രത്തോളം നിങ്ങളുടെ മനസ്സിന് ബലമുണ്ടോ എന്ന് പരിശോധിക്കും. അവരെന്റെ വിശപ്പിനാണോ ഭക്ഷണം നിങ്ങളുടെ കയ്യിലുള്ളത്? അവരെന്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ അധ്വാനിക്കുന്നത്? അങ്ങനെ മറ്റുള്ളവരെ കരുതാൻ കഴിയണം. നമ്മുടെ അവരനാരാ? നമ്മുടെ വീട്ടിലുള്ളവർ, മക്കൾ. അങ്ങനെ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളിൽ നമ്മൾ മുഴുകുന്നു. ഔദാര്യം എന്നത് ഭിക്ഷ പോലെയായി മാറുന്നു. ഔദാര്യം യഥാർത്ഥത്തിൽ എന്താണ്? സ്വയം കൊടുക്കാനുള്ള ശേഷിയാണ്, ആത്മപ്രകാശന ശേഷിയാണ്. മറ്റുള്ളവർക്കായി വിനിയോഗിക്കാൻ, അവനവന്റെ ജീവിതം അവനവനുള്ളതല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഹൃദയം എത്രത്തോളം ഉറയ്ക്കുന്നുവോ അവിടെയാണ് ഔദാര്യം ഉണ്ടാകുക. അപ്പൊ എന്റെ കയ്യിലുള്ളത് എന്റേതല്ലെന്നും ദൈവത്തിൻ്റെതാണെന്നും അത് ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും എനിക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഔദാര്യം. നാളേക്കുള്ളവ ഞാൻ കരുതി വെക്കുന്നതിലല്ല, ഇന്ന് വിശക്കുന്നവന് ഭക്ഷണമായി ഞാൻ മാറുന്നതാണ് ദൈവേഷ്ടമെന്ന തിരിച്ചറിവ്. എന്റെ അലമാരിക്കകത്ത്
നിരവധിയായ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുകയും അയൽവക്കത്തൊരുവൻ വസ്ത്രം എടുക്കാനില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അവനെ കൊള്ളയടിച്ചതാണെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് ഔദാര്യബോധം ഉണ്ടാകുക. അപരൻ സഹോദരൻ, ഈ സാഹോദര്യം എന്ന ബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അവരിന് കൊടുക്കാൻ വിമുഖതയുണ്ടോ? പിശുക്ക് കാട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ദ്രവ്യാസക്തിയെ നമുക്ക് ബോധ്യപ്പെടുക. ദ്രവ്യാസക്തി എപ്പോഴും പാപകരമായ ലോകത്തേക്ക് നമ്മെ നയിക്കും. തുളസി ലേഖനം 3:5 പറയുന്നുണ്ട്, വിഗ്രഹാരാധന തന്നെയാണ് ദ്രവ്യാസക്തി. അത് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ കയ്യിലുള്ളത് പങ്കുവെക്കാൻ കഴിയാതെ പോകുന്ന ഒരു തടസ്സം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അത് ദ്രവ്യാസക്തിയാണെന്ന് കാണണം. മൂന്നാമത് കോപാസക്തിയാണ്. കോപം ഉണ്ടെന്നതിനെ സംബന്ധിച്ച് ബാല്യകാലത്ത് കണ്ട ഒരു കാർട്ടൂൺ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരാളോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾ കോപിഷ്ഠനാണോ? അയാൾ പറഞ്ഞില്ല. നിങ്ങൾ കോപിക്കൂ, അങ്ങനെ പറയുന്നുണ്ടല്ലോ ആളുകൾ. എനിക്കങ്ങനെ കോപമില്ല. അപ്പൊ നിങ്ങൾ കോപിക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ ആണോ? അത് പറയുമ്പോൾ അയാൾ കഴുത്തെ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത്ര പറഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കും. കോപം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഞാൻ ഹർട്ട് ചെയ്യപ്പെടുന്നു, മുറിവേൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ്, അഹമുള്ളപ്പോഴാണ്. അത് അഹങ്കാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ. ഫാസിസമൊക്കെ ഉടലെടുക്കുന്നത് വ്യക്തിപരതയിൽ നിന്നാണ്. അപരത്വ നിഷേധം. മറ്റുള്ളവർക്ക് എൻ്റെ മേൽ അങ്ങനെ ഒരു അവകാശമില്ലെന്ന് ഞാൻ ധരിക്കുമ്പോഴാണ് കോപം ഉണ്ടാകുക. കോപം തന്നെ പലതരത്തിലുണ്ട് കേട്ടോ. സ്വാഭാവികമായി രാത്രി 12 മണിക്ക് ഒരു മകൻ കടന്നു വരുമ്പോൾ വാതിക്കരിക്കുന്ന അപ്പൻ എഴുന്നേറ്റ് തൊഴുത് അകത്തേക്ക് കയറിപ്പോകൂ, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നല്ലോ പറയാ. എവിടെ പോയിരുന്നാണ് നീ ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുന്ന കോപമുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിലും ശിക്ഷണത്തിലും വളരുന്ന മക്കളെ ശിക്ഷിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോപമുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ തിരുത്താൻ വേണ്ടിയുള്ള കോപമുണ്ട്. സ്വാഭാവികമായ കോപം. ഈ സ്വഭാവം നമുക്കുള്ളതാണ്. പക്ഷെ ആ കോപം ഹൃദയത്തെ ഭരിക്കുന്നതായി മാറുമ്പോഴോ? ചിലപ്പോഴൊക്കെ കോപിക്കുമ്പോൾ ഇങ്ങനെ ഹൃദയത്തിനകത്ത് തിങ്ങി തിങ്ങി വരുന്ന കണ്ടിട്ടില്ലേ? പറഞ്ഞിട്ട് തീരാതെ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഹൃദയം ഇങ്ങനെ സമ്മർദ്ദപ്പെടുകയാണ്. ഈ സമ്മർദ്ദപ്പെടുന്ന കോപം യഥാർത്ഥത്തിൽ അപരത്വ നിഷേധത്തിന് കാരണമാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സഹോദരന് കോപിക്കരുത് എന്ന് പറയുന്നത് ഇപ്രകാരമുള്ളൊരു കോപത്തെക്കുറിച്ചാണ്. സൂര്യൻ അസ്തമിക്കുന്നതുവരെ നിന്റെ കോപം നീണ്ടു നിൽക്കരുത് എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള കോപത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് കോപാസക്തി ഉണ്ടോ എന്ന് പരിശോധിക്കണം. കോപാസക്തി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കോപത്തെ നോക്കിയാൽ കാണാൻ പറ്റില്ല. അതിപ്പോ സ്വാഭാവികമായിട്ടും എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കോപിച്ചു പോയി, അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. കോപിച്ചു പോവുക എന്നുള്ളതിനേക്കാൾ ക്ഷമയുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവത്തിന്റെ ക്ഷമ ദീർഘക്ഷമയാണ്. എത്രത്തോളം ക്ഷമിക്കാൻ പറ്റും? അവരിനോട് ക്ഷമാപൂർവം പെരുമാറാൻ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ, അവരുടെ ജീവിതത്തിലെ വേദന മനസ്സിലാക്കാൻ, അവർക്കുണ്ടായ അനുഭവത്തിലെ ഭിന്നത മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്ഷമയുണ്ടോ, എത്രത്തോളം ക്ഷമിക്കാൻ കഴിയും, മനസ്സ് സമ്മർദ്ദപ്പെടാതെ ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കുക എന്നതിന് വേറൊരു തരത്തിൽ കാണുന്നുണ്ട്, വിഷമിക്കാതിരിക്കുന്നത് കാണാം. ചിലരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമാണ്, നേരെ കണ്ടാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, ഹൃദയം ഇങ്ങനെ സമ്മർദ്ദപ്പെടുകയാണ്, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ചില ആളുകളൊക്കെ അടുത്ത് വരുമ്പോൾ തന്നെ ഹൃദയം അങ്ങ് പുകഞ്ഞു കത്തും. ഇത് അകമേയുള്ള കോപമാണ്, പുറമേ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ കോപമുണ്ടോ? മറ്റുള്ളവരെ കാണുമ്പോൾ വിഷമമുണ്ടോ? ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ? അപ്പൊ ക്ഷമ എന്നത് വിഷമിക്കാതിരിക്കലാണ്. അവരൻ നമ്മോട് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് വിഷമമില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ക്ഷമയുണ്ടോ എന്ന് പരിശോധിച്ചാൽ കോപമുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകതയായിട്ടുള്ളത്, കോപമുണ്ട്, ഞാൻ കോപിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ കോപിക്കാൻ സാധ്യമല്ല. തിരിച്ചറിവുണ്ടായാൽ, അഹങ്കാരമുണ്ട് എന്ന് ബോധ്യം ഉണ്ടായാൽ അവിടെ വെച്ച് അഹങ്കാരം പത്തി താഴ്ത്തും. അതേപോലെ തന്നെ ഔദാര്യമില്ല എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ ഹൃദയം ദ്രവീകൃത സ്വഭാവത്തിലേക്ക് പോകും. ആർദ്രതയുണ്ടാവും, ഔദാര്യം ഉണ്ടാവും. കോപമുണ്ട് എന്ന് എത്രത്തോളം ബോധ്യപ്പെടുന്നു, ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നുവോ, ആ തോന്നുമ്പോൾ തന്നെ നമുക്ക് ക്ഷമ കൈവരും. കാരണം നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇനി അടുത്തത് മോഹമാണ്. മോഹം എന്ന് വെച്ചാൽ വിഷയാസക്തി. മോഹം എന്ന് വെച്ചാൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക എന്നതാണ് യഥാർത്ഥത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. മോഹത്തിന് അടക്കം വേണം. നമ്മൾ ജന്മപാപത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയത് എന്താ? പ്രസാദപരാവസ്ഥ നഷ്ടപ്പെട്ടു പോയി. പ്രസാദപരത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശാരീരിക അഭിലാഷങ്ങളെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടുത്താനുള്ള ശേഷിയാണ്.
ശാരീരിക അഭിലാഷങ്ങളെ ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് വിധേയപ്പെടുത്താനുള്ള ശേഷിയാണ് അടക്കം. അതിലതെ ഒരാളുടെ കോപം തോന്നുന്നു, കോപിച്ചാൽ പ്രശ്നമാകും, അത് അപകടമാവും എന്നുള്ളത് കോപിക്കാതിരിക്കുന്നത്, ഇത് അടക്കമല്ല. നമ്മുടെ ഹൃദയവികാരങ്ങളെ നമുക്ക് അടക്കാൻ കഴിയുക, നിയന്ത്രിക്കാൻ കഴിയുക. അതെങ്ങനെയാണ് നമുക്ക് അടക്കാൻ കഴിയുക? നമുക്ക് ഒരു മോഹം ഉണ്ടാകുന്നു, ആ മോഹത്തെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് റോമർ ലേഖനം പറയുന്നത്. ഇപ്പൊ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക്, ശാരീരികാഭിലാഷങ്ങൾക്ക് വിധേയപ്പെടുകയല്ല, ശാരീരികാഭിലാഷങ്ങളെ അടക്കാൻ പഠിക്കണം. അങ്ങനെ അടക്കമുണ്ടോ എന്ന് ആലോചിക്കണം. ഈ അടക്കമില്ലായ്മയാണ് പലപ്പോഴും വ്യഭിചാരത്തിലേക്ക്, മോഷണത്തിലേക്ക്, സഹോദരനെ കൊല്ലുന്നതിലേക്ക് ഒക്കെ പോകുന്നത് ഈ പറഞ്ഞ അടക്കമില്ലായ്മയാണ്. ഇന്ന് ആധുനിക സമൂഹത്തിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മോഹം. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ എന്ത് ആഗ്രഹിച്ചാലും അപ്പോൾ ടച്ച് ചെയ്താൽ കിട്ടും. ഫോൺ എടുത്താൽ മതി. ഒരു ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ പണ്ടാണെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ പിന്നെ ഇതൊരു അവസരമൊത്ത് ഒക്കേഷണലി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ ബിരിയാണി ഉണ്ടാക്കണം, അല്ലെങ്കിൽ കല്യാണം വരണം, ആഘോഷം വരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഹോട്ടലിൽ പോകണം. ഇപ്പം അങ്ങനെ വേണ്ട. ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ ഉടനെ സ്വിഗ്ഗി എടുക്കുക, 2 കുത്തു കുത്തുക, അപ്പം തന്നെ ബിരിയാണി എത്തി. ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടുമെന്നൊരു നില വന്നപ്പോൾ മോഹം വർദ്ധിച്ചു, മോഹം ബലം പ്രാപിച്ചൊരു കാലമാണ്. പരസ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളവയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്നവയൊക്കെ ആവശ്യമുള്ളതായിട്ട് മാറുന്ന ലോകത്ത് നമ്മൾ ജീവിക്കണേ. നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അത്യാവശ്യം കൊള്ളാവുന്നതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോഹം ഇവിടെ നിൽക്കണേ പരസ്യം പറഞ്ഞനുസരിച്ചാണ്. കൊച്ചുകുട്ടികൾ മിഠായി കഴിക്കുന്നത് പോലും പരസ്യം നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ട് മോഹം ജനിക്കുക. ഇങ്ങനെ മോഹം ജനിപ്പിക്കുന്ന, അത് യഥാർത്ഥത്തിൽ കുത്തക മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയൊരു പ്രയോഗമാണ് ഈ മോഹം ജനിപ്പിക്കുക. അങ്ങനെ മോഹം ജനിപ്പിക്കുക, മോഹം ജനിപ്പിക്കുന്നു, ആ മോഹത്തിന്റെ പുറകെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എത്രത്തോളം വസ്ത്രങ്ങളെക്കുറിച്ച് ആഭിമുഖ്യമുള്ളവരാണ്, ആഡംബരങ്ങളെക്കുറിച്ച് ആഭിമുഖ്യമുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ളവയും ആവശ്യമുള്ളവയുമാണോ നാം സ്വന്തമാക്കുന്നത്, അഥവാ കണ്ണിനും കാതിനും ഒക്കെ ഇമ്പം നൽകുന്നവയാണോ നമ്മൾ പ്രധാനപ്പെട്ടതായി കരുതുന്നത്? അതുകൊണ്ട് വസ്ത്രത്തിന്റെ പിന്നാലെ, ആഡംബരങ്ങളുടെ പിന്നാലെ നമ്മൾ പരക്കം പായാണ്. നിവൃത്തികേടാണ്, ജീവിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ മോഹം എപ്പോഴും നിൽക്കുന്ന എവിടെയാണ്? ഇങ്ങനെ സ്വന്തമാക്കാനുള്ള, ശാരീരിക അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വ്യാമോഹത്തിലാണ്. ഈ വ്യാമോഹമാകട്ടെ ഇന്ന് കമ്പോളം ജനിപ്പിക്കുന്ന ഒന്നുകൂടിയാണെന്നറിയണം. കമ്പോളം ജനിപ്പിക്കുക, വിവാഹം പോലും കമ്പോളത്തിലാണ്. ജാതി matrimonial.com, ജാതിക്കനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച്, ഇങ്ങനെ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പുകളെ എല്ലാം ബാധിക്കുന്ന ഒന്നായി മോഹം നിലനിൽക്കുന്നു. ഈ മോഹം എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടാൽ അത് കോപമായിട്ടും വിദ്വേഷമായിട്ടും കൊലപാതകത്തിലേക്ക് എത്തുന്ന തിന്മയായിട്ടും മാറും. അങ്ങനെ മോഹം ജനിപ്പിക്കുന്നു. ആ മോഹത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ടോ? അടക്കമുണ്ടോ? ഒരാഗ്രഹം വരികയാണ്, ഒരു നല്ല വസ്ത്രം കാണാൻ, ഇത് കിട്ടിയാൽ കൊള്ളാമെന്ന് പെട്ടെന്ന് തോന്നും. മനുഷ്യനാണല്ലോ, താല്പര്യം ഉണ്ടാവും. ആ താല്പര്യം തോന്നുമ്പോൾ വസ്ത്രമില്ലാത്തവരെ കുറിച്ച് ഓർക്കാൻ, എനിക്കുള്ളതിനെ കുറിച്ച് ഓർക്കാൻ, എനിക്കിപ്പോൾ അത്യാവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ വിവേകം പ്രവർത്തിക്കുന്നതാണ് അടക്കം. സാധാരണഗതിയിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആകർഷകത്വമുണ്ട്. ഈ ആകർഷണം ഇല്ലെങ്കിൽ സമൂഹം നിലനിൽക്കില്ലല്ലോ. അപ്പൊ ആകർഷണം ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ആകർഷണം കാണുന്ന എല്ലാ സ്ത്രീകളോടോ കാണുന്ന എല്ലാ പുരുഷന്മാരോടായി മാറിയാലോ? അവിടെ വിവേകം, ശരിക്കും പറഞ്ഞാൽ ദാമ്പത്യത്തിനകത്ത് പോലും നിലനിൽക്കുന്നത് ഇത്തരമൊരു വിവേകമാണ്. ആ വിവേകമില്ലാതെ പോകുമ്പോൾ ആ ബന്ധം പോലും അശുദ്ധമായി തീരും. അതുകൊണ്ട് വിവേകപൂർണം, അപരോന്മുഖമായി മറ്റുള്ളവരുടെ സ്നേഹത്തെ പ്രതി ജീവിതത്തെ വിനിയോഗിക്കുന്നതിലേക്ക് മാറാൻ തടസ്സം നിൽക്കുന്ന ഈ പറഞ്ഞ മോഹത്തെ നമ്മൾ തിരിച്ചറിയണം. മോഹങ്ങൾ ഇങ്ങനെ കാടുപോലെ വളരുന്നു, മല പോലെ ഉയരുന്നു, കടൽ പോലെ തിരയടിക്കുന്നു. ആ ജീവിതം എപ്പോഴും അസംതൃപ്തമായി മാറും. അപ്പൊ അതുകൊണ്ട് മോഹത്തിന് പകരം അടക്കമുണ്ടോ എന്ന് ചിന്തിക്കണം. അഞ്ചാമതായി നമുക്ക് കൊതിയെ കാണാം. ഭക്ഷണത്തോടുള്ള ആസക്തിയൊക്കെ ഉണ്ട്. എല്ലാ ആസക്തികളും ഒന്നു തന്നെയാണ്. ആസക്തികൾ പല വാതിലുകളുടെ പുറത്തേക്ക് വരുന്ന ഒന്നേ ഉള്ളൂ. ആസക്തികളെല്ലാം സ്വാഭാവികമായി നമ്മെ മൂടിക്കളയുന്ന ആഗ്രഹങ്ങളാണ്.
ഒരാഗ്രഹം, ഒരു മോഹം നമുക്കുണ്ടാകുകയും അത് നമ്മുടെ മേൽ ബലം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെയാണ് കൊതി ഉണ്ടാകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഉപവാസം എടുക്കുക, മാംസവർജനം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടവർജനങ്ങളാണ്. ഇഷ്ടങ്ങൾ അപകടകാരികളാണെന്ന് ആധ്യാത്മികത മാത്രമല്ല കേട്ടോ പറയുക. ഇപ്പൊ ആയുർവേദ ചികിത്സയിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇച്ഛാപത്യം. നിങ്ങൾക്കൊരു വസ്തുവിനോട് വലിയ താല്പര്യം, ഒരു ഭക്ഷണത്തോട് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ മിക്കവാറും അത് നിങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. ഇപ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് മിക്കവാറും പേർക്ക് അലർജിക് ആയിട്ടുള്ള രോഗങ്ങളുണ്ടാവും. സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പൈൽസ് ഒക്കെ ഉള്ള ആളുകൾക്ക് റെഡ് മീറ്റിനോട് വലിയ താല്പര്യമായിരിക്കും. ഭക്ഷണം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വൈരുദ്ധ്യമുള്ള ഒന്നായിട്ട് മാറും. അത് ആയുർവേദ ചികിത്സയിലെ കാര്യം ഞാൻ പറഞ്ഞു. കൊതി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ കീഴ്പ്പെടുത്തുന്നു, രുചി നമ്മളെ കീഴ്പ്പെടുത്തുന്നു. ഭക്ഷണം യഥാർത്ഥ ജീവൻ നിലനിർത്താനുള്ളതാണ്, ആരോഗ്യം പരിപാലിക്കാനുള്ളതാണ്. ഭക്ഷണം കൊതിയുടേതായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന എന്താ? നമ്മൾ ഭക്ഷണത്തെക്കാളേറെ മരുന്ന് കഴിക്കുന്നു, എന്നിട്ട് ഗുളിക പോലെ ഭക്ഷണം കഴിക്കുന്നു, ആ സ്ഥിതിയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് കൊതിയുണ്ടോ എന്ന് പരിശോധിക്കണം. കൊതിയിൽ പെട്ടുപോകുന്നുണ്ടോ? കൊതി നമുക്ക് വരാം, സ്വാഭാവികമായി വരാം. ആ കൊതിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കൊതിക്ക് പദം, മിതഭോജനം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കാലത്ത് അച്ചാറിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ഏത് അച്ചാറുകളായാലും വലിയ താല്പര്യം, ധാരാളം അച്ചാറുകൾ കഴിക്കും. അപ്പൊ എന്റെ സ്പിരിച്വൽ ഫാദറോട് ഞാൻ പറഞ്ഞു, അച്ചാർ നിർത്തുകയാണ്, കഴിക്കുന്നത് നിർത്തുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അത് പാടില്ല, അച്ചാർ കഴിക്കണം, ഒരു കഷ്ണമേ കഴിക്കാവൂ. അതാ പ്രശ്നം. ഒരു കഷ്ണം കഴിച്ചാൽ പിന്നെ നമ്മൾ കൂടുതൽ കഴിക്കും. അപ്പൊ ഈ ഒരു കഷ്ണം കഴിക്കുക എന്ന് പറഞ്ഞ നിയന്ത്രണമാണ്. ആത്മനിയന്ത്രണങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മെ മനസ്സിന്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ മനസ്സിന്റെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കാൻ ശക്തി നൽകും. അത് നേരിട്ട് നിൽക്കുകയല്ല, മനസ്സിന്റെ ഇംഗിതങ്ങളെ ക്രമേണ കീഴ്പ്പെടുത്താവുന്ന ആത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ നമ്മളെ പഠിപ്പിക്കും. അതാണ് ഉപവാസത്തിലും ഇച്ഛാപത്യത്തിലും അഥവാ മാംസവർജനത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രിയങ്കരമായതിനെ കൈവിടാനുള്ള ഒരു താല്പര്യം, ഒരു ബലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പൊ കൊതിക്കും മിതഭോജനം. ഇനിയുള്ളത് അസൂയാണ്. അപര നന്മയിൽ എങ്ങനെയാണ്? ആറാമത്തത് അസൂയ. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് നന്മയുണ്ടാകുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും, പക്ഷെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നത് നമുക്ക് അത്ര സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾക്ക് ലോട്ടറി അടിച്ചു തരിക, നമ്മൾ എന്തായിരിക്കും പറയും? ആ, ഇതൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? ലോട്ടറി കിട്ടി ആരെങ്കിലും നന്നായ ചരിത്രമുണ്ടോ? ലോട്ടറി എടുക്കുന്നവൻ ദ്രവ്യാഗ്രഹിയാണ് എന്ന് നമ്മൾ പറയും. പ്രശ്നം എന്താന്ന് വെച്ചാൽ, അയാൾക്ക് ലോട്ടറി അടിച്ച് കാശ് കിട്ടിയപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റണില്ല. ഒരാൾക്കൊരു അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അത് എനിക്കല്ല കിട്ടിയത്. എനിക്കല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവർക്ക് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തുള്ളവർക്ക് കിട്ടണം. എനിക്ക് കിട്ടിയില്ലെങ്കിലും മിനിമം എൻ്റെ രാജ്യത്തിനെങ്കിലും കിട്ടണം. അപ്പൊ രാജ്യത്തിനൊരു നന്മ ഉണ്ടായെന്ന് പറയുമ്പോൾ കണ്ടു, നമ്മുടെ രാജ്യം നമ്മുടെ തൃപ്തിയാണ്. രണ്ടാമത്തത്, നമ്മുടെ കേരളത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. കേരളം അഭിമാനകരമായ നേട്ടം, നല്ല കാര്യമാണ്. പക്ഷേ ആ നേട്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിമാനം എന്താണ്? അത് നമ്മുടെ അസൂയയുമായി ബന്ധപ്പെട്ട. എല്ലാ മനുഷ്യരും മനുഷ്യരാണ്, എല്ലാ നാട്ടുകാരും മനുഷ്യരാണ്, എല്ലാ രാജ്യക്കാരും ഒരേ ദൈവത്തിന്റെ മക്കളാണ്. ആർക്ക് നന്മ ഉണ്ടായാലും നല്ലതാ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ, ഒരു അവാർഡ് കിട്ടിയാൽ നമുക്കതിൽ അഭിമാനമുണ്ട്. അയൽവക്കത്ത് കിട്ടിയാലില്ല. ഇനി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യം പരിശോധിച്ചാൽ അവനവനാണെങ്കിൽ ഏറ്റവും സന്തോഷം. അപ്പൊ അവനവൻ കേന്ദ്രീകൃതമായ എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുമ്പോൾ എന്റെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആത്മീയമായ നേട്ടമാകാം, ഭൗതികമായ നേട്ടമാകാം. അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിന്റെ പേര് അസൂയ എന്നാണ്. അസൂയ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു തിന്മയാണ്. കൊലപാതകത്തിന്റെ പുറകിൽ അസൂയുണ്ട്. ആബേലിന്റെയും കായന്റെയും കഥ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസൂയ എന്ന തിന്മ നമ്മിലുണ്ടോ? അടുത്തത് മടിയാണ്, അലസത. അലസത നമ്മെ ഏറ്റവും കൂടുതൽ പിടികൂടുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് എപ്പോഴും എവിടെയെങ്കിലും കിടക്കണം. ഉറങ്ങി കൊതി തീർന്നവരാരും ലോകത്തില്ല.
എവിടെയെങ്കിലും ഇരിക്കണം, ജോലിയൊന്നും ചെയ്യാതിരിക്കണം, പരമാവധി സുഖിക്കണം എന്നൊരു സുഖവാസന നമുക്കുണ്ട്. നമുക്ക് ദൈവം കഴിവും സമയവും അവസരവും നൽകിയിട്ടുണ്ട്. അത് മൂന്നും ലോകത്തിന് വേണ്ടി പ്രയോഗിക്കാനാണ്, നന്മ ഉണ്ടാവാനാണ്. അതുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നവൻ ദൈവത്തിന് വിരുദ്ധനായി ജീവിക്കുന്നു എന്ന് കരുതണം. ഈശോ പറയുന്നുണ്ട്, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് മടി എന്ന തിന്മ നമുക്കുണ്ടോ എന്ന് ആലോചിക്കണം. ഈ 7 തിന്മകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നവയാണ്, അവ നേരിട്ട് വരുന്നവയല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് വരാത്ത ഈ തിന്മകളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം, ഇതിനെക്കുറിച്ച് ആലോചിക്കണം. വ്യക്തിപരമായ ആലോചന ഉണ്ടാവുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, 7 മൂലപാപങ്ങൾ എങ്ങനെയാണ് നമ്മിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നത് പരിശോധിക്കാൻ പറ്റണം. ഒരു 6 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. അത് പരിശുദ്ധാത്മാവിനെതിരായ തിന്മകളാണ്, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ. ഈശോ പറയുന്നുണ്ട്, മനുഷ്യപുത്രനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടും, ദൈവാത്മാവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. അങ്ങനെ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ എന്താ? ദൈവം കാരുണ്യരഹിതനാണോ ക്ഷമിക്കാതിരിക്കാൻ എന്ന് ചോദിച്ചാൽ, ഈ രക്ഷയുടെ വഴി അടയ്ക്കുന്നവയാണ് പരിശുദ്ധാത്മാവിനെതിരായ 6 പാപങ്ങൾ, 6 തിന്മകൾ. അതിൽ ഒന്നാമത്തേത് മോക്ഷം കിട്ടുകയില്ലെന്ന നിരാശയാണ്. ഒട്ടനവധി പേർ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകുന്നത് ഒരു ഭാവി ജീവിതം ഇല്ലെന്ന തെറ്റിദ്ധാരണയിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് തന്നെ ക്രിസ്തുവിനോട് അനുരൂപരായി ജീവിക്കാനായി ശ്രമിക്കുന്നില്ല. അനുരൂപരായി ജീവിക്കുമ്പോൾ ദൈവരാജ്യാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഈ മുന്നാസ്വാദനമില്ലാതെ അപ്പുറത്തേക്കുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയും. ഭാവി ജീവിതം എന്നതിനെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഈ ലോകാധിപത്യത്തിന് വിരുദ്ധമായി സ്നേഹാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ഒരു ഭാവി പ്രതീക്ഷ നമുക്ക് ഉണ്ടാകുക. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്നുണ്ടോ? ഈ നിരാശയാണ് യൂദാസിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. മനുഷ്യരെല്ലാം വീഴ്ത്തുന്ന നിരാശയാണ്. ഭാവിയിൽ ഒരു പ്രത്യാശയില്ലെങ്കിൽ മാനുഷിക ജീവിതം കേവലമായി ഇവിടെ നശിച്ചു പോകുന്നതാണ്, 6 അടി മണ്ണിൽ എരിഞ്ഞടങ്ങുന്നതാണ് ജീവിതമെന്ന് വന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിരർത്ഥകമായിട്ട് മാറും. എന്ത് ചെയ്തിട്ട് എന്തിനാ, എന്ത് പഠിച്ചിട്ട് എന്തിനാ, എന്തുണ്ടായിട്ട് എന്തിനാ, നാളെ മരിക്കുമല്ലോ, മരിച്ചാൽ പിന്നെ ജീവിതമില്ലല്ലോ എന്നാണ് നമ്മുടെ ചിന്ത. ഭാവി ജീവിതം ഉണ്ട് എന്ന പ്രതീക്ഷ വരുമ്പോഴാണ് എന്റെ ജീവിതം അവരന് വേണ്ടി കൊടുക്കണം, അങ്ങനെ ഭാവിക്ക് വേണ്ടി ഞാൻ സ്വത്ത് സമ്പാദിക്കണം, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവനായി മാറണം എന്ന പ്രതീക്ഷ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ പ്രത്യാശയാണ് ഭൗതിക ജീവിതത്തെ സ്നേഹസ്മരണമാക്കുന്നത് എന്ന് കാണാൻ പറ്റും. അങ്ങനെ ക്രിസ്തുവിൽ ഉറച്ച ജീവിതം ഉണ്ടാകാൻ ഭാവി പ്രതീക്ഷ ആവശ്യമുണ്ട്. ഈ ഭാവി പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോൾ, നാളെ ദൈവസന്നിധിയിൽ ഒരു ജീവിതമുണ്ടോ എന്ന ബോധ്യം ഉണ്ടാകാതെ വരുമ്പോൾ, മോക്ഷമെന്ന യാഥാർത്ഥ്യം വെറും സങ്കല്പമായി, ഒരു തെറ്റായി ചിന്തിക്കുമ്പോൾ നിരാശയിലേക്ക് നമ്മൾ വീണുപോകും. രണ്ടാമത്തത്, എങ്ങനെ ജീവിച്ചാലും രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. ചില ആളുകളൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, യൂദാസ് രക്ഷപ്പെട്ടിട്ടുണ്ടാവൂലേ, ദൈവം അത്ര കാരുണ്യവാനല്ലേ, യൂദാസിനെ തള്ളിക്കളയോ? എന്താണ്, യൂദാസ് അളിയനായിട്ടൊന്നും അല്ല. യൂദാസ് അളിയനായതുകൊണ്ട് ഇയാൾ നരകത്തിൽ പോകുന്നുള്ള ഉത്കണ്ഠ അല്ല നമുക്കുള്ളത്. നമ്മുടെ ഉത്കണ്ഠ എന്താണെന്നറിയാമോ? യൂദാസ് തെറ്റ് ചെയ്തു, അവനും അവസാനം രക്ഷിക്കപ്പെടുമെന്ന് വന്നാൽ നമുക്ക് ഹോപ്പുണ്ട്. അപ്പൊ നമ്മുടെ സൽപ്രവൃത്തികൾ ആവശ്യമില്ല നിത്യജീവിതത്തിന് എന്ന് പറയുന്ന ഒരു ചിന്ത, ഒരു മിഥ്യാപ്രതീക്ഷ, ആ പ്രതീക്ഷ അപകടകാരിയാണ്. ഈ ലോകത്തെ ജീവിതം ക്രിസ്തുവിനോടൊത്ത ഉദ്ധാനത്തിന്റെ ജീവിതമാണ്, ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിനോടൊത്തുള്ള ജീവിതമായി മാറുമ്പോഴാണ് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുക. ഈ ചവിട്ടുപടിയുണ്ട്, നിത്യതയിലേക്ക് പോകാനുള്ള ചവിട്ടുപടികളുണ്ട്. സ്വർഗാരോഹണ ഗോവിണി എന്നൊക്കെ പറഞ്ഞ് ഈജിപ്ഷ്യൻ സന്യാസിമാർ പറഞ്ഞിരുന്നത് ഈ സൽപ്രവൃത്തികളിലുള്ള യാത്രയാണ്. ജീവിതം അപരോന്മുഖമായി മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തിന്റെ പ്രവൃത്തിയായി അർപ്പിക്കാൻ കഴിയുന്നത് ഒന്നായി മാറുമ്പോൾ ഈ ചവിട്ടുപടികളിലൂടെ നാം കടന്നുപോകും. ഈ ചവിട്ടുപടികളെ ഒഴിവാക്കി മോക്ഷം പ്രാപിക്കാമെന്നത് മിഥ്യാപ്രതീക്ഷയാണ്. കാരണം ഭൗതിക ജീവിതത്തിൽ ആരംഭിക്കുന്ന ഒന്നിന്റെ തുടർച്ചയാണ് മോക്ഷം. അത് കേവലമായി അപ്പുറത്തുള്ള ഒരു ലോകമല്ല. ഈ തുടർച്ചയില്ലാതെ ആ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത വഴി അനാവശ്യമാണെന്നും എന്തു ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും സ്വർഗം പ്രാപിക്കാമെന്ന് പറയുന്നത് ഒരു മിഥ്യാപ്രതീക്ഷയാണ്. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പ്രവൃത്തിയാണ്. മൂന്നാമത്, ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞാലും അംഗീകരിക്കാത്തത്. ചില ആളുകളോട് എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല. സത്യമാണ് എന്ന് തെളിവുണ്ടെങ്കിൽ, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവും
ആത്മനിഷ്ഠമായ യാഥാർത്ഥ്യവും ലോകത്ത് ഒരു കാര്യത്തെ സത്യമായി അവതരിപ്പിക്കുമ്പോഴും സത്യപക്ഷത്ത് നിൽക്കാൻ തയ്യാറല്ല, സത്യമാണെന്ന് അംഗീകരിക്കില്ല. ഒരു സഹോദരനോട് അദ്ദേഹത്തിന്റെ ഭാര്യ ഉപേക്ഷിക്കുന്ന സമയത്ത്, കല്യാണം കഴിച്ചിട്ട് 100 ദിവസം കൊണ്ടാണ് ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ ചെയ്തത് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊക്കെ പറയാം, പ്രാക്ടിക്കൽ അല്ലെന്നാണ്. അതായത് ക്രിസ്തു പ്രാക്ടിക്കൽ അല്ലെന്നാണ്. ഒരു ബന്ധത്തിനകത്ത് അവനവനെ കൊടുക്കാൻ കഴിയാതെ, അവരോന്മുഖനാകാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചയെ ന്യായീകരിക്കുകയും സത്യമാണെന്ന് അറിഞ്ഞിട്ടും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം, ഇതൊക്കെ സത്യമാണ്, പരമമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അതൊക്കെ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? പണമാണ് പ്രധാനം എന്ന് ചിന്തിക്കല്ലേ, പണത്തെക്കാൾ ഉപരിയാണ് ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ വാഗൊണ്ട് പറയാൻ കൊള്ളാം, ജീവിക്കണമെങ്കിൽ പണം വേണ്ടേ എന്ന് പറയുന്ന ന്യായവാദം ഉണ്ടല്ലോ. ഒരു സത്യത്തെ സത്യമായി അംഗീകരിക്കാൻ കഴിയാത്തത്. പണം കൊണ്ട് ഒരുവനും ജീവിക്കാൻ കഴിയില്ല, പണം ഒരുവനെയും രക്ഷിച്ചിട്ടില്ല, പണം ഒരുവന്റെ ജീവനും നിലനിർത്താൻ ഉപകരിച്ചിട്ടില്ല, ലോക യാഥാർത്ഥ്യമാണ്. പക്ഷെ പണം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്ന് കരുതുന്നു. അവിടെ ഒരു സത്യത്തെ നിഷേധിക്കുക. അപ്പൊ സത്യത്തെ അങ്ങനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ്. 4, മൂലപാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് അവരെ നന്മയിലുള്ള അസൂയ. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവുമ്പോൾ നമുക്ക് അസൂയ ഉണ്ടാവും. അസൂയ പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവമാണ് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്നത്. ആബേലിനെ അനുഗ്രഹിച്ച ദൈവമാണ്. ആബേലിനെ കൊന്നപ്പോ യഥാർത്ഥത്തിൽ ആർക്കെതിരായിട്ടാണ് കായൻ പ്രവർത്തിച്ചത്? ദൈവത്തിനെതിരായിട്ടാണ്. അനുഗ്രഹം കൊടുത്ത ദൈവത്തിനെതിരായിട്ടാണ്. അപ്പോ യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരായി പോകുന്നു. സഹോദരനെതിരെയുള്ള അസൂയ ദൈവത്തിനെതിരെയുള്ളതാണ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ളതാണ്. പരിശുദ്ധാത്മാവാണ് ലോകത്ത് എല്ലാവർക്കും എല്ലാം നൽകുന്നത്. അതുകൊണ്ട് അവരിന് നന്മ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അസൂയ ഉണ്ടാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് നമ്മൾ തിരിയുന്നത്. 5, ഒരാൾ പാപത്തിൽ തന്നെ തുടരുന്നു. പാപമാണെന്നറിയാം, ചെയ്യണ തെറ്റാണെന്നറിയാം, ദൈവമായിട്ട് അകലുന്നു എന്നറിയാം, ക്രിസ്തുവായിട്ട് അകലത്തിലാണെന്നറിയാം, പക്ഷെ അതിൽ തന്നെ തുടങ്ങും. ചിലരൊക്കെ പറയൂലേ, ചെയ്യണ ശരിയല്ല എന്നറിയാം, നിവൃത്തികളുണ്ടാ, ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ചെയ്തുകൊണ്ട് പോകും. ഇത് യഥാർത്ഥത്തിൽ പാപത്തിൽ തന്നെ നിലകൊള്ളുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മ പ്രേരണ ഉണ്ടായിട്ടുണ്ട്, ആ പ്രേരണ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ആ പ്രേരണ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മനസാക്ഷിക്ക് അനുസൃതമായി നമ്മൾ ജീവിക്കുന്നില്ല. അത് പരിശുദ്ധാത്മാവിനെ നിഷേധിക്കലാണ്. ഒരു കാര്യം അറിയാതിരിക്കുമ്പോൾ ചെയ്യുന്നതും അറിഞ്ഞിട്ട് ചെയ്യുന്ന വ്യത്യാസമില്ലേ? ചെയ്ത തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതുകൊണ്ടാണ്. ആ തെറ്റാണെന്ന ബോധ്യത്തെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറും. അത് പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ്. 6, മരണം വരെ അനുതപിക്കാത്തത്. ഈ മരണം വരെ അനുതപിക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് കിടന്ന് നരകിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത്, കൈയും കാലമൊക്കെ തളർന്ന് പുഴുവൊക്കെ തിന്ന് കിടക്കുന്ന സമയത്ത് അനുതപിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. മരണം എപ്പോഴാന്ന് അറിയില്ലല്ലോ. മരണനേരത്തും അനുതപിക്കാത്തതെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മരണം എപ്പോഴാന്ന് ആർക്കറിയാം? ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോകുന്ന ആർക്കറിയാം? അപ്പോ അനുതപിക്കുന്നത് ഉടനടിയാകണം, അനുനിമിഷമാകണം. എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴാണ്, വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴാണ് മരണം എത്രത്തോളം അടുത്താണെന്ന് ഞാൻ മുഖാമുഖം കണ്ടത്. അതിനുമുമ്പ് രോഗം വന്ന് മരണത്തെ അഭിമുഖീകരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ രോഗം വന്ന് മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും അതിനൊരു ദൈർഘ്യമുണ്ട്, ഒരു കാലപ്പഴക്കമുണ്ട്. മരണം പെട്ടെന്ന് മുമ്പിലെത്തുക. ആ മുമ്പിലെത്തുന്ന സമയത്ത് അനുദപിക്കാൻ പറ്റുമോ? ദൈവമെന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പറ്റില്ല. ആക്സിഡന്റ് ഉണ്ടായി, വണ്ടി തകർന്നു, കൂടെയുള്ള ആൾക്ക് ചെറിയ പരിക്ക് പറ്റി. ഞാനാണ് വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടി നേരെ വരുന്നത് കൊണ്ടു അടുത്ത നിമിഷം ഇടിക്കുമെന്നറിയാം, പക്ഷെ ദൈവമേ എന്ന് വിളിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. വിളിക്കാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല, ഗ്യാപ്പ് കിട്ടിയില്ല. എന്ന് പറയുന്നതിന് മുമ്പ് ഇടി കഴിഞ്ഞു. ആക്സിഡന്റ് കഴിഞ്ഞ അടുത്ത നിമിഷത്തിൽ ഈ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ എന്നെ ചോദിച്ചു, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞത്, അനുദപിക്കാൻ പറ്റിയില്ല. മരണനേരത്തെ അനുദപിക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയെ നമുക്ക് വെച്ച് പുലർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ബന്ധിങ്ങി ഇടുന്നതും കൊന്ത ചെല്ലുന്നതും ഒക്കെ അനുദപിക്കാൻ, മരണനേരത്തെ അനുദപിക്കാൻ കാരണമായിട്ട് മാറുന്നു പഠിപ്പിക്കുന്നതാ. സ്ഥിരമായ പ്രാർത്ഥനയിലും സ്നേഹത്തിലൊക്കെ ആയിരിക്കും. ഏത് നിമിഷവും വരാവുന്ന ഒന്നാണ് മരണം. ആകസ്മികമല്ല, നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒന്നാണ് മരണം, നമ്മുടെ കൂടെയുള്ള ഒന്നാണ്. അപ്പൊ ആ മരണത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അപ്പോഴപ്പോൾ അനുദപിക്കാൻ കഴിയേണ്ടതാണ്.
അതുകൊണ്ടാണ് ആത്മശോധനയൊക്കെ സന്യാസിമാർ 2 നേരം നടത്തുന്നത്. നാം 1 നേരമെങ്കിലും നടത്തണമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി നടത്താതിരിക്കുന്നത്. തിരിച്ചറിയണം, ഇങ്ങനെ പരിശുദ്ധാത്മാവിനെതിരായ തിന്മകളുണ്ട്. ഇങ്ങനെ തിന്മകളെയും ഈ പറഞ്ഞ മൂലപാപങ്ങളെയും ഒക്കെ ഒരു ബോധ്യതലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഈ ബോധ്യതലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം എങ്ങനെയാണ് കുമ്പസാരത്തിന് മുമ്പ് ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ ആലോചനകളിലൂടെ മുമ്പോട്ട് പോകാൻ നോക്കുക. പറയുന്നവയിൽ മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിലോ വേണ്ടത്ര വിശദീകരണം ഇല്ലാത്തുണ്ടെങ്കിലോ നിങ്ങൾ പറയുക. ചിലർ പറയുന്നുണ്ട് കേട്ടിട്ട് ഒന്നും മനസ്സിലാവണില്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, കൂടുതൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. കേൾക്കുന്നവയേക്കാൾ കൂടുതലായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ കേൾക്കുന്നവ അതിന് ഉപയോഗപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും മനസ്സാക്ഷി വിശദീകരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാൻ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ എത്തിച്ചേരാൻ എല്ലാവർക്കും കഴിയട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.